നമ്മളിപ്പോൾ പറയാം നമുക്ക് ഈ പാപങ്ങളിൽ നിന്നും കയറിപ്പോരാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പല കാരണങ്ങളായിരിക്കും. ഇപ്പം നമ്മളിവിടെ ധ്യാനത്തിൻ്റെയൊക്കെ ക്ഷമയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാർ നിഷ്കളങ്കമായിട്ട് പറയാറുണ്ട്, അത്രയും വലിയ തെറ്റ് ചെയ്ത ഒരാളെ ഞാൻ എങ്ങനെ ക്ഷമിക്കാനാണ്. അല്ല, ചിലപ്പോൾ നമുക്കും തോന്നാം അങ്ങനെ വലിയ വേദനിപ്പിച്ച ഒരാളെ ക്ഷമിക്കാൻ പറ്റുകയില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ ബലിയർപ്പിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ സഹോദരന് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെക്കുക. എന്ന് വെച്ചാൽ അത്ര സീരിയസ് ആയിട്ട് അതിനെ എടുക്കണം. ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ കാരണങ്ങൾ പലതായിരിക്കാം ക്ഷമിക്കാതിരിക്കാൻ. ക്ഷമിക്കാൻ ഒറ്റ കാരണം, എനിക്ക് നാളെ കുർബാന അർപ്പിക്കേണ്ടതുണ്ട്. കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു വലിയ തെറ്റാന്ന് ഓർത്ത് വയ്ക്കി. ചില പാപങ്ങൾ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്നില്ല, 100 ധ്യാനങ്ങൾ കൂടി തിരിച്ചു കയറി വരാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ദുശ്ശീലം ഒഴിവാക്കാൻ പറ്റുന്നില്ല, 100 ധ്യാനം കൂടണ്ട, ഒറ്റ കുർബാനയെ കുറിച്ച് ഓർത്താൽ മതി. നാളെ നമ്മൾ ബലിയർപ്പിക്കണം, ഇന്ന് എനിക്ക് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? പല വിശുദ്ധരും കയറി വന്നത് ഒരൊറ്റ ബോധ്യത്തിലാണ് മക്കളെ. നമ്മളൊക്കെ തല്ലിപ്പൊളികളും വീണ് പോയവരും ഒരുപാട് കെട്ട ഒരു കഴിഞ്ഞ കാലം ഉള്ളവരാണ് നമ്മളൊക്കെ. ചിലപ്പോൾ ഇന്ന് നമ്മൾ പാപം ചെയ്തു പോയിട്ടുണ്ടാകാം. ഈശോ എന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ശരിയാണോ? ഒരു പ്രതീക്ഷയാണ്. നാളെ നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നീ വിശുദ്ധിയിൽ എൻ്റെ അടുത്ത് വരുമെന്ന്, എൻ്റെ ബലിപീഠത്തെ നീ വിശുദ്ധിയോടെ സമീപിക്കുമെന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ബലിയായത്. നിങ്ങൾക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ബലിയായത്. നാളെയും നിങ്ങളെ സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത് ഒറ്റ പ്രതീക്ഷയിലാണ്, ഇവൻ മിടുക്കനായിക്കോളും, ഇവൾ വിശുദ്ധ ആയിക്കോളും എന്നുള്ള പ്രതീക്ഷ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ.